നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ക്ഷേത്ര മതിലിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന മൂലമന്ത്ര സ്പന്ദന ചൈതന്യം ഉത്സവത്തോടനുബന്ധിച്ച് ദേവൻ പുറത്തെഴുന്നള്ളുന്നതോടെ നാടിനെ നിറയ്ക്കുമെന്ന് ഇന്നലെ പറഞ്ഞു. അതോടെ ഗ്രാമത്തിൽ തങ്ങി നിന്ന നീചവും നിന്ദ്യവുമായ മൃഗീയ വാസനകൾ കുറയുമെന്നാണ് വിശ്വാസം. അതാണ് പള്ളിവേട്ട എന്ന സങ്കല്പം. ദേവൻ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിൻ്റെ അർത്ഥം ഇതാണ്. വന്യമൃഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധമ ചിന്തകളെയാണ്. ഭക്തരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ അധാർമിക വാസനകളാകുന്ന മാലിന്യങ്ങളെ അസ്ത്രമയച്ച് നശിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. ദേവന്റെ വേട്ട എന്നതുകൊണ്ട് മന്ത്രശാസ്ത്രം അർത്ഥമാക്കുന്നതും ഇതാണ്. അതിൻ്റെ പ്രതീകമായാണ് പള്ളിവേട്ടയ്ക്ക് പന്നി തുടങ്ങിയ കാട്ടുമൃഗങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കി അവയിൽ അസ്ത്രങ്ങൾ എയ്ത് കൊല്ലുന്നതായി സങ്കല്പിക്കുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കാചസഭാ പരിഹാര്യ ഹീനായ വൃദ്ധസചിവേന കാചസഭാ പരിഹാര്യ ഹീനായ വൃദ്ധസചിവേന ഇഹ കുത്രാവഹിതഃ സ്യാദ്മനുജഃ കില രാജസേവായാം ഇഹ കുത്രാവഹിതഃ സ്യാദ്മനുജഃ കില രാജസേവായാം. അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ്. ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലിക സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 36 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവസാനത്തെ ചോദ്യം ശത്രുഹു കഹ, ആരാണ് ശത്രു എന്നായിരുന്നു. മറുപടി കാമഹ, കാമമാണ്. ധർമ്മവിരുദ്ധമായ കാമം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും ആഗ്രഹങ്ങളാണ് മനുഷ്യനെ കൊണ്ട്
എല്ലാ അരുതായികകളും ചെയ്യിക്കുന്നത്. അതുകൊണ്ട് കാമം തന്നെ ശത്രു എന്ന് പറഞ്ഞു. തുടർന്ന് കാചസഭാപരിഹാര്യ ഹീനായ വൃദ്ധസചിവേന ഇഹ കുത്രാവഹിതസ്യാൻ മനുജഃ കില രാജസേവായാം. കാചസഭാപരിഹാര്യ ഹീനായ വൃദ്ധസചിവേന ഇഹ കുത്രാവഹിതസ്യാദ് മനുജഃ കില രാജസേവായാം. 88ാമത്തെ ചോദ്യമാണ്. കാച സഭാ പരിഹാര്യ. കാ സഭ പരിഹാര്യ. ഏത് സഭയാണ് പരിഹരിക്കപ്പെടേണ്ടത്? പരിഹരിക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ഒഴിവാക്കപ്പെടേണ്ടത്, ഒരിക്കലും പരിഗണിക്കരുതാത്ത, ഒരിക്കലും നമ്മൾ പ്രവേശിച്ച് പ്രവർത്തിക്കരുതാത്ത സഭ ഏതാണ്? ഇതാണ് ചോദ്യം. മറുപടി യാ വൃദ്ധസജീവേന ഹീന. യാതൊരു സഭയാണോ വൃദ്ധനായ സജീവൻ ഇല്ലാത്തത്. അപ്പം ഏത് സഭയിൽ വൃദ്ധസജീവൻ, സജീവൻ എന്ന് പറഞ്ഞാൽ മന്ത്രി, അപ്പോൾ വൃദ്ധനായ മന്ത്രി അല്ലെങ്കിൽ വൃദ്ധനായ സജീവൻ ഇല്ലാത്ത സഭ പരിഹരിക്കപ്പെടേണ്ടതാണ്, അത് ഒഴിവാക്കപ്പെടണം. വൃദ്ധൻ എന്ന് പറഞ്ഞാൽ പല പ്രകാരത്തിൽ നമ്മൾ വൃദ്ധനെ മനസ്സിലാക്കാറുണ്ട്. ജ്ഞാനവൃദ്ധൻ, വയോവൃദ്ധൻ, തപോവൃദ്ധൻ, ശീലവൃദ്ധൻ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. വയോവൃദ്ധൻ വയസ്സുകൊണ്ട്, പ്രായം കൊണ്ട് വൃദ്ധനായ ആളാണ്. ഇപ്പം ജീവിത അനുഭവങ്ങൾ, നിരവധിയായ ജീവിത അനുഭവങ്ങൾ, ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുള്ള അവസ്ഥ, അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വേണ്ടതുപോലെ അപഗ്രഥിക്കാനും അവയ്ക്ക് പരിഹാരം കാണാനുമുള്ള പ്രായോഗികമായ അനുഭവ സമ്പത്തോടു കൂടിയാണ്. അതാണ് വൃദ്ധസജീവൻ്റെ അർത്ഥം. വൃദ്ധത്വത്തിന് വയോവൃദ്ധത്വം എന്നുള്ള അർത്ഥമെടുത്താൽ ഇവിടെ ചോദ്യം വന്നേക്കാം, വൃദ്ധനായി എന്നുള്ളത് കൊണ്ട് മാത്രം ജീവിതാനുഭവങ്ങളെ വിലയിരുത്തി പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല. ജീവിതാനുഭവങ്ങളെ വിലയിരുത്താത്ത, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരാൾ എത്ര ശരീരം കൊണ്ട് വൃദ്ധനായാലും മനോബുദ്ധികളിൽ ബാലനായിരിക്കും. മറിച്ചിവിടെ സജീവനെയാണല്ലോ പറയുന്നത്. ഇപ്പോൾ സജീവനായിട്ടൊക്കെ നിയമിക്കപ്പെടുന്ന ആളെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതാനുഭവങ്ങളെ വിലയിരുത്താനും അതിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊള്ളാനും കഴിവുള്ള ആളായിരിക്കും. അങ്ങനെയുള്ള വൃദ്ധനെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭരണാധികാരിയെ വേണ്ടതുപോലെ നയിക്കാൻ സാധിക്കും. ഇനി വൃദ്ധശബ്ദത്തിന് കൂടുതൽ സ്വീകാര്യമായ അർത്ഥം ജ്ഞാനവൃദ്ധൻ എന്നുള്ളതാണ്. അറിവോടൊത്തവൻ, വർദ്ധിതമായ അറിവുള്ള ആൾ, എല്ലാ മേഖലയിലും സാമാന്യമായ രാഷ്ട്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് ഉതകുന്ന മാർഗങ്ങളിൽ വിശേഷമായ അറിവോടുകൂടിയ ആൾ. അങ്ങനെ അറിവുള്ള വൃദ്ധന്മാർ വേണം സജീവന്മാരാവേണ്ടത്, ജ്ഞാനവൃദ്ധന്മാർ. ഇനി വൃദ്ധശബ്ദത്തിന് തപോവൃദ്ധനെന്ന്, വർദ്ധിതമായ തപോബലത്തോടു കൂടിയ ആളെന്ന്, ശീലവൃദ്ധനെന്ന്, സുശീലം സമ്പത്തായിട്ടുള്ളവനെന്ന്, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. അപ്പം ഇവിടെ പ്രധാനമായും ജ്ഞാനവൃദ്ധൻ, വയോവൃദ്ധൻ എന്നൊക്കെയുള്ള അർത്ഥമെടുത്താൽ അങ്ങനെ തലമുതിർന്ന അറിവുള്ള ഉപദേഷ്ടാക്കളുള്ള സഭയാണ് നമ്മൾ സേവിക്കേണ്ടത്. വൃദ്ധന്മാരില്ലാത്ത സഭ ഒഴിവാക്കപ്പെടണം. കാരണം ആ സഭയുടെ തീരുമാനങ്ങൾ എപ്പോഴും തെറ്റിലേക്ക് പോകാം. നമ്മളതിൽ ഉൾപ്പെട്ടാൽ ആ തെറ്റിൽ നമ്മളും പങ്കുകാരാവും. അതുകൊണ്ടാണ് കാ സഭാ പരിഹാര്യ ഹീനായ വൃദ്ധസജീവേന എന്ന് പറഞ്ഞത്. തുടർന്ന് ഇഹ കുത്ര അവഹിതഃ സ്യാദ് മനുജഃ. ഈ ലോകത്തിൽ, ഈ സമൂഹത്തിൽ, ഇത് സൂക്ഷ്മമായ സാധനയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, അല്ലെങ്കിൽ വേദാന്ത വിചാരത്തോട് ബന്ധപ്പെടുത്തേണ്ടുന്ന വിഷയമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇവിടെ ഈ ലോകത്തിൽ മനുജഃ, മനുഷ്യൻ, കുത്ര അവഹിത സ്യാദ്, എവിടെ വളരെ അവഹിതനായിരിക്കണം. അവഹിതനാവുക എന്ന് പറഞ്ഞാൽ വളരെ ജാഗ്രതായുക്തൻ,
വളരെ ഉണർവോടുകൂടിയവൻ. ഏത് നിമിഷവും പ്രശ്നങ്ങൾ വരാവുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും എല്ലാ ഭാഗത്തേക്കും ജാഗ്രതയുള്ളവരായിരിക്കും. അങ്ങനെ മനുഷ്യൻ എവിടെയാണ് കഴിയേണ്ടത്? ഇതാണ് ചോദ്യം. അവിടെ മറുപടി കില രാജസേവായാം, രാജസേവയിൽ. ഇപ്പം രാജസേവയിൽ കഴിയുന്നവർ നല്ല ജാഗ്രതയുള്ളവരായിരിക്കണം. രണ്ട് തരത്തിലാണ്. ഒന്ന്, മൊത്തം രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങളിലാണ് താൻ സേവ ചെയ്യുന്നത്. തൻ്റെ അല്പം ജാഗ്രത കുറവ് വന്നു പോയി കഴിഞ്ഞാൽ സമൂഹത്തിന്, പൗരജനങ്ങൾക്ക് കഷ്ടപ്പാടുകൾ വരും. അവർക്ക് വേണ്ടത് ലഭിക്കില്ല, അവർക്ക് നീതി ലഭിക്കില്ല. അപ്പോൾ ഭരണാധികാരികളായ ഉദ്യോഗസ്ഥന്മാർ പ്രജാക്ഷേമത്തിന് വേണ്ടി അത്രയും ജാഗ്രതയായിരിക്കണം. ഇതാണൊരർത്ഥം. മറ്റൊരർത്ഥം, ഭരണാധികാരികളുടെ കൂടെ നിൽക്കുമ്പോൾ വളരെ ജാഗ്രതയായിരിക്കണം. എപ്പോഴാണോ അവരുടെ അനിഷ്ടത്തിന് പാത്രമാകുന്നത്, ഭരണാധികാരികൾക്ക് പ്രത്യേകിച്ചൊരു മനുഷ്യനോട് സ്നേഹമോ ദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല സ്ഥായിയായിട്ട്. എപ്പോഴെങ്കിലും നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നു എന്ന് അവിടെ തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ കഥ കഴിക്കും. അതുകൊണ്ട് രാജസേവ ചെയ്ത് കഴിയുന്നവർ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. എപ്പോഴും തനിക്ക് ദോഷകരമാകുന്ന, തന്നെ ഹിംസിക്കാവുന്ന തീരുമാനങ്ങൾ വരെ വരാൻ എളുപ്പമാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം രാജസേവ പുലർത്തേണ്ടതെന്ന് ഇതെല്ലാ കാലത്തേക്കുമുള്ള ഉപദേശമാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. എന്നുള്ളമാണ് ഉലകിൽ സുഖദുഃഖമൂലം എന്നുള്ള ഉപനിഷത്ത് മന്ത്രം. എൻ്റെ ഉള്ളമാണ്, മനസ്സാണ് സുഖദുഃഖങ്ങളുടെ മൂലകാരണമായി ഇരിക്കുന്നത് എന്ന് ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നു. ഉപനിഷത്തുകൾ നമ്മളുടെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹർഷിമാർ വേദത്തിലൂടെ ലോകത്തിന് നൽകിയിട്ടുള്ളതാണ്. 4 വേദങ്ങളിൽ പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഉപനിഷത്തിൽ പ്രതിപാദിതമായിട്ടുള്ള വിദ്യയാണ് വേദാന്തം. അപ്പോൾ ഈ വേദാന്തത്തിൽ അവർ സൂചിപ്പിക്കുന്നത് ഇവിടെ സുഖദുഃഖങ്ങളുടെ മൂലമായിട്ട് പ്രവർത്തിക്കുന്നത് എൻ്റെ ഉള്ളമാണ്. ഓരോരുത്തരുടെയും, എൻ്റെ എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സ്, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ, മനസ്സ് തന്നെയാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓരോ മനസ്സിനെയും അത്രമാത്രം വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ട അവസ്ഥ, അതുതന്നെ നമ്മളുടെ വെസ്റ്റേൺ ആളുകൾ മനഃശാസ്ത്രം, സൈക്കോളജിയെക്കുറിച്ചൊക്കെ അവർ വിശദമായിട്ട് പഠിച്ചു എന്ന് അഭിമാനിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തിലെ മഹർഷിമാർ മനസ്സിനെ പഠിച്ച പോലെ ലോകത്ത് വേറെ ആരും മനസ്സിനെ പഠിച്ചിട്ടില്ല. പിന്നെ അത്രമാത്രം സൂക്ഷ്മമായി മനസ്സിൻ്റെ ഓരോ ചലനങ്ങളെയും അതിൻ്റെ എല്ലാ ഭാവങ്ങളെയും അവർ അവരുടെ തപസ്സിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേദാന്തമായാലും രാജയോഗമായാലും ഭക്തിയോഗമായാലും ഇവിടെയൊക്കെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് മനസ്സിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകളെ എങ്ങനെ പരിഹരിക്കാമെന്നാണ്. അപ്പം ആധുനിക മനഃശാസ്ത്രവും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ മനസ്സ് സങ്കീർണമായിരിക്കുന്നു, വളരെ അസ്വസ്ഥമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആധുനിക മനഃശാസ്ത്രം ചെയ്യുന്നത് അവർക്ക് മരുന്ന് കൊടുക്കുകയാണ്. മെഡിസിൻ കൊടുത്ത് ആ ബോഡി സിസ്റ്റത്തെ തളർത്തിക്കളയുകയാണ്. സെഡേറ്റീവ് മെഡിസിൻസ് എന്നൊക്കെയാണ് നമ്മളത് അറിയപ്പെടുന്നത്. പക്ഷേ അങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള മരുന്ന് കൊടുക്കാതെ തന്നെ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ, സങ്കീർണതകളെ മനസ്സിലാക്കി അതിനെ അതിജീവിക്കുക എന്നാണ് മഹർഷിമാരുടെ കണ്ടെത്തലുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും
നമ്മുടെ മനസ്സിനെ ആ രീതിയിൽ വിശകലനം ചെയ്യുവാനോ അതിനെ നിരീക്ഷിക്കുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതല്ല നമ്മുടെ ദുഃഖങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണമായി നിൽക്കുന്നത് മനസ്സാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് ഉണരാൻ സാധിച്ചാൽ, ഒരുപക്ഷെ നമ്മളുടെ ആധുനിക വിദ്യാഭ്യാസം അങ്ങനെയൊന്നും സമ്മതിക്കുന്നില്ല. ആധുനിക വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നത് എങ്ങനെ നമ്മൾക്ക് പണമുണ്ടാക്കാം, എങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം. ഭയങ്കരമായിട്ടുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ നഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് അവരാരും നമ്മളോട് പറയാറില്ല, നമ്മളും അത് ചിന്തിക്കാറില്ല. അതുകൊണ്ട് വളരെ അധികം നഷ്ടപ്പെടലുകൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾക്ക് മനസ്സിലാക്കി അതിനൊരു കൃത്യമായ സൊല്യൂഷൻ കണ്ടെത്തി ജീവിതത്തെ കൃതകൃത്യമാക്കണമെങ്കിൽ ഉപനിഷത്ത് പ്രതിപാദിതമായിട്ടുള്ള വിദ്യയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മഹർഷി അടിവരയിട്ട് പറയുകയാണ്. അത് ഒരു വരണ്ട വേദാന്തം ആയിട്ടല്ല, അത് വളരെ അധികം നമ്മുടെ ജീവിതഗന്ധിയായിട്ടുള്ള അറിവാക്കി നമ്മളതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും സാഹചര്യങ്ങളെ മനസ്സിലാക്കാതെ പഴയ കാര്യങ്ങളെ അതേപടി നമ്മൾ അനുവർത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു സ്വാംശീകരണം, നമ്മൾക്ക് ഇതിനെ ഒന്ന് ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് ഇതൊരു ബാലികറാമലയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കുക, നമ്മൾക്ക് പരമാവധി നമ്മളുടെ ഈ സങ്കീർണതകളെ മാറ്റുവാനായിട്ട് ഭക്തിയോഗത്തിലും ജ്ഞാനയോഗത്തിലും കർമ്മയോഗത്തിലും രാജയോഗത്തിലും മഹർഷിമാർ സ്വീകരിച്ചിരിക്കുന്ന ആ അറിവുകളെ പരമാവധി നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ അതിനെ സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു വലിയ ഒരു ദൗത്യം ഉണ്ട്. അത് നമ്മുടെ മനുഷ്യജന്മത്തെ കൂടുതൽ തെളിച്ചമുള്ളതും തന്നെയല്ല പ്രയോജനമുള്ളതും കൃതകൃത്യത ഉണ്ടാക്കുന്നതുമായിട്ട് ഭവിക്കും. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. सरस्वतीं च तां नौमि वागधिष्ठातृदेवता देवत्वं प्रतिपद्यन्ते यदनुग्रहतो जना।
नाशिनी कामिनी वैदिकरूपिणी वेदमयी क्षीरसमु